പ്രിയരെല്ലാം എന്നെ വെറുത്തു. ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോഴവൻ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധമായ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. സഭാപിതാവായ മോർ അഫ്രൈം തന്റെ മെമ്മറാകളിലൂടെ ഇപ്രകാരം പാടുന്നുണ്ട്. 40 നോമ്പോടകതിക്കാർ കപ്പവുമേകെ പോറ്റുക നീ, മന്നവനീശായ് സുതനെ പോൽ എഴുകുറി പ്രാർത്ഥിച്ചിടുക. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പിന്റെ കാലയളവുകളിൽ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ദാനധർമ്മങ്ങളെ കൂടി അതിൻ്റെ ശ്രേഷ്ഠതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ 3-6 തിരുവചന ഭാഗങ്ങൾ. ഇടത്ത് മാത്രമാണ് ക്രിസ്തു രഹസ്യമായിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ എന്ന് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല. ഒന്ന്, നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതിരിക്കട്ടെ എന്നുള്ളതാണ്. മറ്റൊന്ന്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറി അടച്ച് നിന്ന് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവാൻ, രഹസ്യാത്മകമായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ക്രിസ്തു പറയുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. നമ്മൾ ക്രിസ്തു കൽപ്പിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ അല്പം കൂടി സ്വകാര്യതയിലേക്ക്, അല്പം കൂടി രഹസ്യാത്മകമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങളെ അപ്രകാരം തന്നെ മറ്റുള്ളവർ കാണുകയല്ല, മറിച്ച് ആത്മാർത്ഥമായി അർഹതയുള്ളവൻ്റെ കരങ്ങളിലേക്ക് നാം അത് കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്നും കൂടി ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പിൻ്റെ കാലയളവുകൾ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.